മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മിസ്റ്റർ ലൂക്ക അറിയിച്ച കർത്താവിശ്വ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ദൈവം പല അവസരങ്ങളിലും മനുഷ്യരോട് നേരിട്ട് സംസാരിച്ചതായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. സാമുവേലിനോട് ഏലിയാവിനോട് സംസാരിച്ചു. ഈശോയുടെ ജനനത്തെപ്പറ്റി ആട്ടിടയന്മാരോടും ദൈവദൂതന്മാർ സംസാരിച്ചു. ദൈവം പുരാതന കാലത്ത് സംസാരിച്ച രീതിയിൽ ആരോടും ഇക്കാലത്ത് സംസാരിക്കാത്തത് എന്ത്? ഇനി മനുഷ്യരോട് സംസാരിക്കേണ്ട എന്ന് ദൈവം നിശ്ചയിച്ചുവോ? അങ്ങനെയാകുവാൻ നിവൃത്തിയില്ല. ദൈവം ഓരോ സാഹചര്യത്തിൽ അതിനനുസരണമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ഇന്നും സംസാരിക്കുന്നുണ്ട്, പക്ഷെ വിഭിന്നമായ രീതിയിലായിരിക്കും എന്നേയുള്ളൂ വ്യത്യാസം. ഈശോ ജനിച്ച വാർത്ത ആട്ടിടയന്മാരെയും ശിഷ്യന്മാരെയും അറിയിച്ചു. 2 രീതിയിലായിരുന്നു അറിവ് കൊടുത്തത്. ഇടയന്മാർ താമസിച്ചിരുന്ന വെളിംപ്രദേശത്ത് വലിയ പ്രകാശമുണ്ടായി. ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. കർത്താവായ ഈശോ എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിദൂര നാട്ടിൽ പാർത്തിരുന്ന വിദ്വാൻമാരെയും ദൈവം ഈശോയുടെ ജന്മവൃത്താന്തം അറിയിച്ചു. ആ പ്രദേശത്ത് ഒരു അപൂർവ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രശാസ്ത്രം അറിയാമായിരുന്ന അവർക്ക് പരിചയമുള്ള ശാസ്ത്രത്തിലൂടെയാണ് ജന്മവിവരം അറിഞ്ഞത്. ആട്ടിടയന്മാരെ വിവരമറിയിക്കുവാൻ അത്ഭുത സംഭവങ്ങളും കാഴ്ചകളും ദൂതന്മാരുടെ പ്രത്യക്ഷപ്പെടലും ആവശ്യമായിരുന്നു. വിദ്യാഹീനരായ ആട്ടിടയരോട് ഇടപെട്ട രീതിയിലല്ല പണ്ഡിതന്മാരായ വിദ്വാൻമാരോട് ഇടപെട്ടത്. ഇക്കാലത്തും ദൈവം സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ വിഭിന്ന മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.